നമസ്കാരം. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോകളുടെ ആ ഒരു എണ്ണം കുറച്ച് മിതത്വം പാലിച്ചത്. പക്ഷെ മിതത്വം ചേർന്നതല്ല ഈ കാലത്തിന് എന്നുള്ളത് കലിയുഗമായതുകൊണ്ട് തന്നെ ഈ കാലത്തിന് ചേർന്നത് മിതത്വമല്ല, പൊട്ടിത്തെറിക്കൽ തന്നെയാണ്. കൃത്യമായിട്ടും കൊള്ളേണ്ട പറയേണ്ട ഭാഷയിൽ തന്നെയാണ് പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് നിവൃത്തിയില്ലാതെ തന്നെ ചിലത് പറയേണ്ടി വരികയാണ്. ഇതൊന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ നിലമ്പൂരിൽ ഒരു യുദ്ധസമാനമായി പോലീസും ജനങ്ങളും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾക്കറിയാം, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന പിണറായി വിജയൻ നടത്തുന്ന ദുഷ്ടഭരണം, അതിനുവേണ്ടി പോലീസിനെ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന്റെ മറ്റൊരു എഫക്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നടന്ന PV അൻവറിന്റെ മണ്ഡലത്തിൽ നടന്ന പോലീസും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിംഗ്, ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, ഇത് എന്തിനുള്ള പ്രതിഷേധമാണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം. എന്തിനുള്ള പ്രതിഷേധമായി കഴിഞ്ഞാലും ഇന്ന് പിണറായി വിജയൻ എങ്ങനെയാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് എന്ന് കൃത്യമായിട്ടും അറിയുന്ന നിങ്ങൾക്ക് മുൻപിലേക്ക് ഇത് എന്തിനുള്ള പ്രതിഷേധമാണ് എന്നുള്ളത് അതിന്റെ ഇരകളാക്കപ്പെട്ട, അതായത് നിലമ്പൂരിൽ 221 ദിവസം നീണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആദിവാസി സമരം നടക്കുന്നുണ്ട്. ഒരു മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ, 221 ദിവസമായി നൂറുകണക്കിന് ആദിവാസികൾ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിലെ ഈ
ഇസ്ലാമിക ജിഹാദികൾ പൂണ്ട് വിളയാടുന്ന, ഈ രാജ്യദ്രോഹികൾ സകലതും പുളച്ചു മറിയുന്ന ഈ നാട്ടിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നത്, ആ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻപ്. അതുകൊണ്ട് തന്നെ അതിലെ ആ സമര നായികയുള്ള ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്. എന്തിനായിരുന്നു ഇന്ന് BJP-യുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുള്ളത്? നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് പ്രതിപക്ഷ പാർട്ടികളുണ്ട്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. എന്നിട്ടോ ഈ കോൺഗ്രസ് പാർട്ടി ഒന്ന് വിരലനക്കുക പോലും ചെയ്യാതെ നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയും അവിടെ കഠിന രാത്രിയായാലും പകലായാലും വെയിലായാലും മഴയായാലും കൊടുങ്കാറ്റായാലും എന്തൊക്കെയായാലും അതനുഭവിച്ച് സമരം ചെയ്യുമ്പോൾ അതിനെതിരെ PV അൻവർ എന്ന് പറയുന്ന ദുഷ്ടമനസ്സുള്ള പിണറായി വിജയന്റെ പോലെ തന്നെ ദുഷ്ടമനസ്സുള്ള ഒരു MLA, അയാൾ നടത്തിയ പച്ച നുണകൾ, അതല്ലെങ്കിൽ ഞാൻ ഈ സ്വാമി ആയതുകൊണ്ട് മാല ഇട്ടതുകൊണ്ട് പറയാൻ പാടില്ല, എന്നാലും സ്വാമിയോട് ഞാൻ മാപ്പ് പറഞ്ഞത് കൊണ്ട് പറയുകയാണ്, ചെറ്റത്തരം ചെറ്റ വാക്കുകൾ, ആ ചെറ്റത്തരം നടത്തിയത് കൊണ്ടാണ് ഈ സമരം ഈ ആദിവാസികൾക്ക് വേണ്ടി ഇന്ന് BJP-ക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. ആ ആദിവാസി നേതാവ് തന്നെ നിങ്ങളോട് ഈ വിവരങ്ങൾ പറയുന്നത്. എന്ത് ചെറ്റത്തരമാണ് ഈ PV അൻവർ ചെയ്തതെന്ന് കേട്ട് നോക്കാം. നമ്മൾക്ക് അത് കേട്ട് നോക്കാം. പിന്നെ ബിന്ദു ചേച്ചി അല്ലേ? ചേച്ചി, ഇത് ഇപ്പൊ എന്താ ഈ PV അൻവർ പ്രസ്താവന നടത്തിയത്? ഇപ്പം PV അൻവർ പ്രസ്താവന നടത്തിയത് എന്താന്ന് പറഞ്ഞാ, ഒന്ന് എന്റെ പേർക്ക് ഇതേമാതിരിക്ക് 3 വീട്, ഭർത്താവിന്റെ പേരിൽ 5 സെന്റ് സ്ഥലം വീടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ രാത്രി കാലങ്ങളില് നമ്മളിവിടെ ബിരിയാണി കൊണ്ട് സ്പോൺസർ ചെയ്യാണെന്ന് പറഞ്ഞു. പിന്നെ ആര്യാട സൗഖ്യത്തും അതുപോലെ തന്നെ ബഷീർ സ്പോൺസർ ചെയ്ത സമരാണെന്ന് പറഞ്ഞു. പിന്നെ നിലമ്പൂര് മണ്ഡലത്തിൽ ഒരു ആള് പോലും നമ്മളെ സമരത്തിലില്ല. പിന്നെ ഇവന് ഈ PV അൻവർ അവിടെ സന്ദർശിക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ ഇത്രയും നാളും? ഇന്നിപ്പോ എത്ര ദിവസമായി സമരം? നമ്മള് 221 ദിവസമായി. 221 ദിവസം അല്ലെ? ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാ ഇപ്പൊ അവിടെ സംഭവവികാസങ്ങൾ ഉണ്ടായത്? ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചേച്ചിയുടെ ഈ ഓഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എന്തായാലും ഇന്നിപ്പോ BJP ഒരു മാർച്ച് MLA ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. നിങ്ങൾക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചിട്ടല്ല മറ്റുള്ള നടപടികളെല്ലാം ചെയ്യുന്നുണ്ട് അവര്, മറ്റേ ശത്രുതാപരമായിട്ട് വല്ലതും? അല്ല, ശത്രുതാപരമായിട്ടാണ് ഇതൊക്കെ തന്നെ ഇപ്പൊ ശത്രുത. ഇനിയിപ്പോ എന്താ ശത്രുത ഉള്ളത്? ഇങ്ങനെ ഓരോ പ്രചാരണങ്ങൾ അയച്ചു വിടുക, നമ്മളെ സമരം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രചാരണങ്ങൾ ഇവര് അയച്ചു വിടുക. പിന്നെ നിലമ്പൂര് മണ്ഡലത്തിലൊരു കുട്ടി പോലും വീടില്ലാത്ത സ്ഥലമില്ലാത്തതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, അതിനുള്ള ഭൂമിയുണ്ട്, വെല്ലുവിളിക്കാനുള്ള ഭൂമിയുണ്ട് അവിടെ കൊടുക്കാൻ. ആദിവാസികൾക്ക് സമരം ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ പിന്നെ കൊടുക്കാനുള്ള ഭൂമി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർമാര് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭൂമി ഇല്ല എന്ന് പറയുന്നുണ്ട്. അൻവർ പറയുന്നുണ്ട് ആര് വന്നാലും കൊടുക്കാനുള്ള ഭൂമി ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മള് വിശ്വസിക്കുക. അല്ല, അത് 18 ഏക്കറോളം ഇയാളുടെ കോടതി തന്നെ പറഞ്ഞ് എടുക്കണം എന്ന് പറഞ്ഞു. റവന്യൂ ഭൂമിയാണ്, മിച്ച ഭൂമി തട്ടിയെടുത്താന്ന് പറഞ്ഞിട്ടില്ല. അതായത് 19 ഏക്കറ 19 ഏക്കറ ഭൂമി അത് ലാൻഡ് ബോർഡിന്റെ കൈക്ക് പിടിച്ചെടുക്കാനെത്തിയപ്പോഴേക്കിനും അത് 6 ഏക്കറയായി. ഈ അൻവർ ഇങ്ങനെ ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയുടെ മറവില് ബിരിയാണി പൊതി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രിയുടെ മറവില് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ബിരിയാണി പൊതി പിന്നെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോ DYFIന്റെ ചെക്കന്മാര് ഈ ഓരോ സ്ഥലത്തുനിന്ന് ചോറും പൊതി കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ കൊടുത്തു വരുന്ന ബാക്കി ഭക്ഷണം അവരിവിടെ നമ്മളെ സമരക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ പൊതിച്ചോറ് ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനി ആരെങ്കിലും അൻവറിന്റെ പിന്നെ വാലാട്ടികള് ഇത് കണ്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഓർക്ക് അയച്ചു കൊടുത്തിട്ട് പറയുന്നതാണോ എന്നുള്ളത് അറിയൂല. അങ്ങനെ ഈ ചെക്കന്മാരെന്നും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ബാക്കി ചോറുള്ള ഇവർക്ക് എല്ലാവർക്കും അറിയാം ചോറ് പൊതി ഇവിടെ നിന്ന് ഞങ്ങൾക്ക്
കൊണ്ട് തരുന്നുണ്ട്. നോക്കൂ, അധസ്ഥിത വർഗത്തിന്റെ അതല്ലെങ്കിൽ അത്താണിയില്ലാത്ത ആളുകളുടെ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഭരണത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾക്ക് ഒരു ഇഞ്ച് ഭൂമിയില്ലാതെ, തല ചായ്ക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ലാതെ, കുഞ്ഞു മക്കളായിക്കോട്ടെ വയോവൃദ്ധരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ നിലമ്പൂർ ടൗണിൽ, നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് സമരം നടത്തി തുടങ്ങിയിട്ട് 221 ദിവസം ഇന്നേക്കായി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പിണറായി വിജയന്റെ ഏറ്റവും ദുഷ്ടത്തരത്തിന്റെ ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ദുഷ്ട ഭരണാധികാരിയുടെ വാലാട്ടിപ്പട്ടി എന്നൊക്കെ നമ്മൾ ഒരു പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഈ PV അൻവർ എന്ന് പറയുന്ന മറ്റൊരു MLA, പിണറായി വിജയന്റെ തന്നെ വാലാട്ടിപ്പട്ടി എന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന MLA, അയാൾ നടത്തുന്ന പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് 221 ദിവസമായ ഈ സമരം പൊളിക്കാൻ വേണ്ടി പച്ച ചെറ്റത്തരം പടച്ചിറക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ BJP മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നിപ്പോൾ കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു സിവിൽ വാർ വരാനിരിക്കുന്നു എന്ന് അത്ര കണ്ട് അഗ്രഗണ്യനായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ആളുകളൊക്കെ, ഒരുപാട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് സിവിൽ വാർ? സിവിൽ വാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ആ സമയത്ത് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ഗുണ്ടകളെ പോലെ പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ ഈ പിണറായി വിജയന്റെ ഗൺമാനായിട്ടുള്ള ആൾ പോലും ഇറങ്ങി വന്നുകൊണ്ട് പച്ചയ്ക്ക് ചൂരൽവടി കൊണ്ട് തല്ലിച്ചതച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തെ നാട്ടുകാർക്കും ഈ സേന, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട സേന തന്നെ ഗുണ്ടകളെ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ജനങ്ങൾ അവസാനം ഗത്യന്തരമില്ലാതെ തെരുവിലിറങ്ങും. അതിന്റെയൊക്കെ തുടക്കം തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. അതായിരിക്കാം പിണറായി വിജയന്റെ ഒരുപക്ഷെ സിവിൽ വാർ അടക്കമുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇവിടെ കൊണ്ടുവരിക, അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ഏറ്റെടുപ്പിക്കുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം പിണറായി വിജയന്റെ ചിന്തയും. കാരണം പിണറായി വിജയന് കൃത്യമായിട്ടും അറിയാം, ഇതിന്റെ താഴെ തട്ടിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കേരളം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പിണറായി വിജയൻ അറിയാം. അയാളും അയാളുടെ മക്കളും അയാളുടെ ഭാര്യയായാലും കുടുംബക്കാരായാലും MLA മാരായാലും മറ്റു മന്ത്രിമാരായാലും ചോട്ടാ സഖാക്കന്മാർ വരെ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വാരി നക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാനാവില്ലെന്നും അത് അവസാനം പിണറായി വിജയനെ ശ്രീലങ്കയിൽ ഇതുപോലെ തന്നെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ പ്രതിഷേധവുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇരച്ചു കയറി കഴിഞ്ഞാലും അവിടെയും സംശയിക്കേണ്ടതില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് പിണറായി വിജയൻ കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെ പോലീസുകാർ എന്ന് പറയുന്ന ആളുകൾ, നിയമം പോലീസുകാർ പാലിക്കുകയാണെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഗുണ്ടായിസം കാണിക്കുന്ന പോലീസിന്റെ ഇഷ്ടം പോലെ വീഡിയോസ് ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപത്യത്തോടെ ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ ദുഷ്ടത്തരം കാണിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഇനി കേരളത്തിന്റെ നാളത്തെ അവസ്ഥ എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. നമുക്ക് 221 ദിവസം സമരം നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരെ, അവിടേക്ക് നിങ്ങൾ മാധ്യമങ്ങളെ, മലയാള മാധ്യമങ്ങളെ, നിങ്ങളുടെ ക്യാമറ കണ്ണുകളേക്ക് ഒന്ന് തിരിക്കുക. കാരണം അവരുടെ കഷ്ടപ്പാടുകൾ ഒപ്പിയെടുക്കാനോ അവരുടെ ആ വേദനകൾ ഒപ്പിയെടുക്കാനോ, സത്യത്തിൽ ഇത് പറയുമ്പോൾ തന്നെ എന്റെ ചങ്ക് പിടയ്ക്കുന്നുണ്ട്. കാരണം എന്റെ നാടാണ്, എന്റെ നാട്ടിലെ നിലമ്പൂരിലെ ആദിവാസികൾ അനുഭവിക്കുന്ന 221 ദിവസത്തെ ആ ഗതി കിട്ടാതെ, ഗത്യന്തരമില്ലാതെ തെരുവിലിറങ്ങി റോഡിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന കുഞ്ഞു മക്കളടക്കമുള്ള, വാർദ്ധക്യം കൊണ്ട് വീട്ടിലിരിക്കേണ്ട, അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട അമ്മമാരും അച്ഛന്മാരും ഒക്കെ സമരത്തിന് തെരുവിലിരിക്കുക 221 ദിവസമാണ് എന്ന് ചിന്തിക്കണം. പാവങ്ങളുടെ പടത്തലവിന് വേണ്ടി ക്യാപ്സൂൾ ഇറക്കി ഈ പാവങ്ങളെ അടിച്ചമർത്താൻ ഇറങ്ങിയിരിക്കുന്ന PV അൻവർമാർക്ക് മറുപടി കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ ജനങ്ങളുമാണ്. ഇവനെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിച്ച ഓരോ സാധാരണക്കാരുമാണ് എന്ന ബോധം ഇനിയെങ്കിലും മണ്ടൻ മലയാളി നീ പുലർത്തുക. ഇവിടെ രാഷ്ട്രീയവും ജാതിയും മതവും കൂട്ടിക്കലർത്താതെ നീ ഈ പാവങ്ങൾക്ക് വേണ്ടിയെങ്കിലും, ഇവിടെ BJP-കാരനോ RSS-കാരനോ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന BJP-കാർ പോലീസിന്റെ കയ്യിൽ തല്ലു വാങ്ങുന്നത്, അതല്ലെങ്കിൽ പോലീസിന്റെ ഗുണ്ടായിസം നേരിടുന്നത്. ആ പാവം പിടിച്ച അവറ്റകൾക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു പിന്തുണയും ഇല്ലാതെ അത്ര കണ്ട് ദയനീയമായി കണ്ണീരൊലിപ്പിച്ച് നമ്മുടെ ഒരു സഹോദരിമാർ ഇരിക്കുന്നു. അതുവല്ല ഇസ്ലാമിക നാമധാരികളുടെ സമരമായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് കൂടി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിലും മതം കലർത്തുന്നതെന്ന് ചിന്തിക്കുന്നിടത്ത് പറയേണ്ടതുണ്ട്, വേണ്ടിടത്ത മതം കലർത്തുക തന്നെ ചെയ്യും. ഇത് ഇസ്ലാമിക നാമധാരികൾ നടത്തുന്ന സമരമായിരുന്നെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ഈ 220 ഈ വെറും 21 വാഴകൾ ഒന്നിച്ച് അയാളുടെ ആ അമേധ്യ ബസ്സുമായി ഇവിടെ വന്ന് അവരുടെ സമരം തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നില്ലേ?
ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആദിവാസി കുരുന്നുകളെ വാളയാറായാലും ഈ പറയുന്ന വണ്ടിപ്പെരിയാറായാലും അതിമാരകമായി അതിപീഡനം നടത്തിക്കൊണ്ട്, പ്രകൃതി വിരുദ്ധ പീഡനം പോലും നടത്തിക്കൊണ്ട് കൊന്ന് കെട്ടിത്തൂക്കി കഴിഞ്ഞാലും ആ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന, ആ സഖാക്കന്മാരെ രക്ഷിച്ചെടുക്കുന്ന തിരക്കിലാണ് പിണറായി വിജയൻ അടക്കമുള്ള ഭരണാധികാരികൾ. സഖാക്കന്മാർ എന്തും ചെയ്യാം, എന്ത് ചെറ്റത്തരവും ചെയ്യാം, അതെയൊക്കെ രക്ഷിച്ചെടുക്കാൻ ഞാനുണ്ടെന്ന ധിക്കാരത്തോടെ പിണറായി വിജയൻ അയാളുടെ ആ ധാർഷ്ട്യത്തോടെയുള്ള ചിരിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, ഗുണ്ടകളെ വളർത്തിയെടുക്കുന്ന രീതിയിൽ എല്ലാ പോലീസ് സംവിധാനങ്ങളെയും മാറ്റിയെടുക്കുമ്പോൾ ഇവിടെ സഖാക്കന്മാരുടെ ഇടയിൽ നിന്നും രക്ഷ ഇനി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഒന്നിക്കുക എന്നത് മാത്രമാണെന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും 221 ദിവസം സമരം ഇരുന്ന ആ ബിന്ദു ചേച്ചി അടക്കമുള്ള ആളുകളുടെ ആ സമര പന്തൽ പറ്റുന്നവരൊക്കെ ഒന്ന് സന്ദർശിക്കുക. നിലമ്പൂർ ടൗണിൽ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, ആശുപത്രി റോഡ് ചോദിക്കുക. ആശുപത്രി റോഡിലേക്ക് കടന്ന ഉടനെ തന്നെ ഇവരുടെ ആദിവാസി ക്ഷേമ ബോർഡൊക്കെയാണ്, ബോർഡും വെച്ചുകൊണ്ട് കുറെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അടിയിലാണ്, ITDC ഓഫീസിന്റെ അടിയിലാണ് ഇവർ സമരം ഇരിക്കുന്നത്. പറ്റുന്നവരൊക്കെ അവിടെ സമരം സന്ദർശിക്കുക. എന്നിട്ട് മാക്സിമം സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും നമ്മൾ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചെറിയ ഉത്തരവാദിത്തമെങ്കിലും എടുക്കുക. ഞാൻ 3-4 ചാനലുകാരെ തന്നെ ഇവിടെ കൊണ്ടുവന്നത് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചിരുന്നു, നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള കുഞ്ഞു മാധ്യമങ്ങൾ മാത്രം ഇറങ്ങിയാൽ പോരാ, ഓരോരുത്തരും ഇനി ഇറങ്ങിക്കൊണ്ട് ആ പാവങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.